ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൽ ഇന്നത്തെ ക്ലാസ് കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സാമൂഹ്യ പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. ഏതാണ് ആ സാമൂഹ്യ പ്രക്ഷോഭം? ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് കേരളത്തിൽ ആദ്യമായി നടന്ന സാമൂഹ്യ പ്രക്ഷോഭം. എന്താണ് സാമൂഹ്യ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ? സാമൂഹ്യ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും തെറ്റായ അനാചാരങ്ങൾ, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, അതുമല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവ് എന്നീ കാര്യങ്ങൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങളാണ് സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. എന്താണ് ചാന്നാർ ലഹള എന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായി ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. എന്താണ് ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം, അതാണ് ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ചാന്നാർ സമരത്തിന് കാരണമായതെന്ന് പറയുന്നത് ഒരു കാരണമാണിത്. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. എന്താണ്? കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്നത് 1859 എപ്പോഴാണ്? 1859 ചാന്നാർ ലഹള നടന്നത്. ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൻസർ ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായ ചാന്നാർ ലഹള നടന്നത് 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. എന്താണ്? ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അടുത്തതായി വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടന്ന മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ. ആരുടെ നേതൃത്വത്തിലാണ്? വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ, എവിടെയാണ്? തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ബ്ലാക്ക് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. ആരാണ്? ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. അതുപോലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം. എന്നാണ്? 1859 ജൂലൈ 26. 10th ലെവല് പ്രിലിംസിൽ
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. ചാന്നാർ ലഹളയിലെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ആൻസർ ചാന്നാർ ലഹള. ഇത് PSC മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്രയുമാണ് ചാന്നാർ ലഹളയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.